എൻ്റെ കടൽക്കൂട്ടിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഞാൻ അജിത് ശംഖുമുഖം. ഇന്ന് വ്യത്യസ്തമായ ഒരു മീനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ചുരുക്കം പേര് മാത്രം കണ്ടിട്ടുള്ള ആവോലി പൈന്തി എന്ന് പറയുന്ന ഒരു മീനാണ്. ഈ ആവോലി പൈന്തി മീൻ ഒന്ന് കാണണ്ടേ? കേട്ടോ, ഇതാണ് നമ്മൾ പറഞ്ഞ ആവോലി പൈന്തി. ഇത് വൃത്തിയില്ലാത്ത മീനെന്നൊന്നും ആരും പറഞ്ഞു കളയരുത്. ഇതിന് കറുത്ത കളറാണ്. രാവിലെ കുക്കറി ഷോയിനെന്ന് അറിഞ്ഞിട്ട് എൻ്റെ പ്രിയ സുഹൃത്ത് വിളിച്ച് പറഞ്ഞ് എന്താ പറയുക, ഇത് പറ്റിയതാണ് ചുടാൻ വേണ്ടി. അപ്പോൾ ഇത് ചൂണ്ടയ്ക്ക് കിട്ടിയ മീനാണ് കണ്ടല്ലേ. അപ്പോൾ നമുക്കിതൊരു കാര്യം ചെയ്താലോ? കാരണം ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പക്ഷെ അതിനേക്കാളും എനിക്ക് തോന്നുന്നു ഇവനെ നിർത്തി ഫുള്ളായിട്ട് നമുക്കൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഇവൻ്റെ ക്ലീനിങ്ങിലോട്ട് ഒന്ന് കിടക്കാം. ഓക്കെ, ഇത് മാർക്കറ്റുകളിൽ കൂടുതൽ വരാറില്ല. കാരണം ഇത് വലിയ വലിയ റെസ്റ്റോറൻറ്റുകളിലും മറ്റും ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ അങ്ങ് കൊണ്ടുപോകാണ് പതിവ്. പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തായതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ല, ആ ഷൂട്ടിംഗ് ഉണ്ട്. ഏതായാലും ഷൂട്ടിങ്ങിൽ ഇതൊന്നും കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, നേരെ പോയി ഞാൻ അവിടെ നിന്ന് മുക്കിക്കൊണ്ട് വന്നതാണ്. ഒന്ന് വെളുത്തിട്ടുണ്ട് കേട്ടോ, നോക്കിയേ, കറുപ്പ് സ്ലാബൊക്കെ പോയി ഒന്ന് വെളുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗങ്ങൾ, ചിറക് ഭാഗങ്ങൾ അതേപോലെ ഇടും. കാരണം അത് കട്ട് ചെയ്താൽ ഇതിൻ്റെ നമുക്കൊന്നും കിട്ടില്ല. നമുക്കിതെല്ലാം ഇതിൻ്റെ നല്ല ഭാഗങ്ങളൊക്കെ കഴിക്കണ്ടേ? തീർച്ചയായിട്ടും ഇന്ന് നമ്മളിത് ഗ്രീൻ മസാലയാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ കാന്താരി മുളക് അരച്ച് അതിലാണ് നമ്മളിത് ചുട്ടെടുക്കാൻ പോകുന്നത്. കാന്താരി മുളകിൽ അരച്ചെടുത്താൽ എങ്ങനെ ഇരിക്കുന്നു നമുക്കൊന്ന് നോക്കണ്ടേ? ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളക്, മഞ്ഞൾപ്പൊടി, ഇത് നാരങ്ങ, ഇതിനെ വെച്ചാണ് നമ്മളിവനെ ഇന്ന് പൂശാൻ പോണത്. ഏതാണ്ട് ഇതിൻ്റെ ചിതമ്പൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് വെളുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുടലും മറ്റും കളയാം. ഓക്കെ, നമ്മൾ ഒന്ന് വരഞ്ഞു കേട്ടാ, ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചത നോക്കിക്കൊള്ളണം. ഒരു 10 വെള്ളമെങ്കിലും ഇത് കഴുകിക്കാണ് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത മീനാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഇതിലോട്ട് മസാല അങ്ങ് ആഡ് ചെയ്താലോ? നമുക്കിതിന് ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറയുമ്പം കാന്താരി മുളക്, വെളുത്തുള്ളി, ഉപ്പ്, നാരങ്ങ, ഈ സാധനം അരച്ച് ചേർക്കാൻ പോവുകയാണ്. നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. മസാലയ്ക്കകത്ത് നാരങ്ങ പിഴിഞ്ഞൊഴിക്കുകയാണ്. നാരങ്ങ ഒന്നുകൂടി പറയുകയാണ് ഇതിലെന്തൊക്കെ ചേർക്കണമെന്ന്. കാന്താരി മുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, നാരങ്ങ, ശകലം വെളിച്ചെണ്ണ മതി. നമ്മൾ അതിപ്പോൾ കുഴയ്ക്കുകയാണ് കേട്ടോ. അരച്ച് അതിനെ കുഴച്ചെടുക്കുകയാണ്. അതിനെ നമ്മൾ ശകലം ഉപ്പ് കൂടി ആഡ് ചെയ്യാൻ പോവുകയാണ്. ഉപ്പ് ആഡ് ചെയ്തു. മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല പച്ച കളറുള്ള നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി മസാല പുരട്ടാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഈ മസാല നല്ലതുപോലെ പിടിപ്പിക്കാൻ മറക്കണ്ട. കാരണം ഇതിനകത്ത് ചതക്കട്ടി ഉള്ളതുകൊണ്ട് ഇവനെ നമ്മൾ നല്ലപോലെ അറുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആവോലി പൈന്തി മസാല ഇട്ട് കഴിഞ്ഞു. മനസ്സിലായി കാണുമെന്ന് കരുതുമല്ലേ? കാന്താരി മുളക്,
ഇഞ്ചി, പച്ചമുളക്, നാരങ്ങ, ഇത് മാത്രം വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഇനി നമുക്കിത് ചുടാനുള്ള പരിപാടിയിലോട്ട് കിടക്കാം. ഇവിടെ ഈ സാധനത്തിനെ നമ്മളിങ്ങനെ എടുത്തു, നമ്മളിത് ചെയ്ത് നമ്മളിത് ചെയ്യാൻ പോവാണ് കേട്ടോ. ഉൾക്കട്ടി കൂടിയ മീനായതുകൊണ്ട് കുറച്ച് സമയമെടുക്കും. എങ്ങനെ വന്നാലും ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് പിടിക്കും, ഉറപ്പാണ്. കണ്ടോ, കാരണം അത് അമ്മാതിരി പൊളപ്പൻ സാധനമാണ്. ഇത് ഒന്ന് ആക്കം കൂട്ടാൻ വേണ്ടിയായിട്ട് ഒന്ന് കുറച്ച് വെളിച്ചെണ്ണ നമ്മളെടുക്കുന്നുണ്ട്. പച്ച മസാല കൂട്ടായതുകൊണ്ട് കാന്താരിയുടെ ആ പച്ച കളർ കണ്ടോ, അപ്പോൾ അതിലോട്ട് വന്നപ്പോഴത്തേക്കൊരു വല്ലാത്ത ഇതാണ്. നമുക്കിതൊന്നും കളയേണ്ടി വരത്തില്ല. ഇതെല്ലാം ചുറ്റും കൂടിയിരുന്നിങ്ങനെ പറിച്ച് കഴിക്കണം. നമുക്ക് നാരങ്ങ കുറച്ചുകൂടി ഒന്ന് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം, കാരണം പെട്ടെന്നൊന്നും ആകട്ടെ ശേഷം. ഒന്നുകൂടി മറിക്കുകയാണ്. വേണ്ട, ഒന്നുകൂടി മറിക്കുകയാണ് അവനെ. എങ്ങനെ ഉണ്ടെന്ന് നോക്കിയേ, ഒരു രക്ഷയില്ല. കരിഞ്ഞു പോകാതിരിക്കാൻ എളുപ്പമായിട്ട് മറക്കണ്ട, കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കണം. അത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും. ആവോലി പൈന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവനെ വെടിവെക്കാൻ പോവുകയാണ് കേട്ടോ. ആവോലി പൈന്തി നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ സാധനം കാന്താരി മുളകിൽ അരച്ച് ചുട്ടെടുത്തൊരു സാധനം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള 2 ആൻറ്റിമാരുണ്ട്, അപ്പോൾ അവരെ വിളിച്ച് കൊടുത്ത് നോക്കാം, അവർ കഴിക്കട്ടെ. ആൻറ്റി വാ, നിങ്ങൾക്ക് ഇതിനെ എടുത്ത് കഴിച്ച് നോക്കാം. ഇതാ ഇവിടെ നിന്ന് എടുത്ത് കഴിക്കാൻ. ഇതാണ്ട് ഈ ഭാഗത്ത് ചൂടുണ്ടോ? പീസ് കൂടെ എടുക്കാം, പീസ് കൂടെ എടുക്കണം. നല്ല സൂപ്പറായിരിക്കുന്നു. നല്ല മീൻ, കാന്താരി പൊരിച്ചത്. ഹലോ, ഒരു രക്ഷ കേട്ടോ, കേൾക്കാം കേട്ടോ. ഞാൻ പ്രതീക്ഷിച്ചതിന് അപ്പുറമാണ്. ഭയങ്കര ടേസ്റ്റ് കേട്ടോ, അല്ലേ? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ്, നന്നായിരിക്കുന്നു. ഇതേപോലത്തെ മീൻ ഒരു സ്ഥലത്ത് കിട്ടൂല. നല്ല മീനാ.
അമ്മമാർ കഴിച്ചു. ഇനി നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഒരുപാട് പേര് നിൽപ്പുണ്ട്. ഇനി ഞാൻ ഇത് അങ്ങോട്ടത്തേക്ക് വെച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ രണ്ടുപേർക്കും നന്ദി. എൻ്റെ കടൽക്കൂട്ട് വിട പറയുന്നു. ഇനി അടുത്തൊരു ഐറ്റവുമായി അടുത്ത ആഴ്ച വീണ്ടും കാണുമ്പോൾ നിങ്ങളുടെ അജിത് ശംഖുമുഖം.